അതെ, ട്രെയിലർ വന്നിട്ടുണ്ട്. എന്താണ് വിശേഷങ്ങൾ ബ്ലഡി നൈറ്റിനെ കുറിച്ച്? വിശേഷങ്ങൾ പലരും ഇത് 80+ ആണോ എന്നാണ് ചോദിക്കുന്നത്. 18+. പക്ഷേ 80+ അല്ലെന്നുള്ളത് നമുക്ക് അഭിനയിച്ചപ്പോൾ എനിക്കറിയാം. പക്ഷെ പലരും പറയുന്നത് നമ്മളിപ്പോൾ കമന്റ് വന്നതൊക്കെ 80+ ആണോ എന്ന് ചോദിക്കണം. പക്ഷെ യസ്മ പോലത്തെ സംഭവമാണോ, പാൽപ്പായസം പോലെയാണോ? ഞാൻ പറയാം അങ്ങനെയൊന്നും സംഭവമൊന്നുമല്ല. കാരണം ഇതിൽ അഭിനയിച്ചവർക്കും ചെറിയ പേടി അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ പ്രേക്ഷകന്റെ ചോദ്യമാണ് ഇതല്ല 80+ ആണെന്നുള്ളത്. പലർക്കും തെറ്റിദ്ധാരണയാണ്. ഇതിന്റെ ട്രെയിലർ കണ്ട് വിശദീകരിച്ചിട്ട് കാര്യമില്ലല്ലോ. പടം കണ്ടാലേ കാര്യം. 2 നായികമാർ വന്നിട്ടുണ്ട്. രേഷ്മ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്. കൂടുതലും ഇന്റിമസി രംഗങ്ങളുള്ളത് രേഷ്മക്കാണെന്ന് തോന്നുന്നു. അല്ല, രേഷ്മ ഇന്റിമസി സീനൊന്നുമല്ല. രേഷ്മ നല്ല രീതിയിലുള്ള ക്യാരക്ടർ തന്നെ ചെയ്തിട്ടുണ്ട്. കെട്ടിപ്പിടുത്തം കാണിക്കില്ല. അത് ഫ്ലാഷ് ബാക്ക് സീനിൽ കഥ പറയുന്നതാണ്. ആ കഥയിൽ ആവശ്യമുള്ള ഒരു രംഗം മാത്രമാണ് അതുള്ളൂ. അതല്ലാതെ ഇന്റിമേറ്റ് സീനോ അല്ലെങ്കിൽ സെക്സ് സീൻസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അതൊരു കഥയുടെ ഒരു പ്രധാന ഘടകത്തിലുള്ള ഒരു കഥയാണത്. ആ കഥയുടെ സീക്വൻസാണ് നമ്മൾ പുറത്ത് ട്രെയിലറായിട്ട് വിട്ടേക്കുന്നത്. അല്ലാതെ നമ്മൾ ഇന്റിമേറ്റ് സീനോ സെക്സ് സീൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഹോട്ട് മൂഡൊന്നും അല്ല. ഒരു ഫൺ മൂഡുള്ള ഒരു സാധാ ഒരു ഹൊറർ മൂഡുള്ള ഒരു സബ്ജക്റ്റ്. അത് സ്പെഷ്യലായിട്ട് നമ്മൾ വേറെ സാമൂഹിക പ്രതിബദ്ധത. ഇതിൽ അലൻ്റെ ക്യാരക്ടർ ഉണ്ട്. പിന്നെ നമ്മുടെ ആറാട്ടണ്ണൻ സന്തോഷ് വർക്കി, പിന്നെ എൻ്റെ സുഹൃത്ത് ബ്രൈറ്റ് പറയുന്നുണ്ട്. എന്താണ് കഥാപാത്രത്തിന്റെ പേര് പറയുന്നുണ്ട് ഇതിൽ കൃത്യമായിട്ട്. അതായത് ആറാട്ടൻ്റെ ഒപ്പമുള്ള ഒരു അസിസ്റ്റൻ്റ് ഒരു ലേഡിയും കൂടി ഒരു ഹോട്ടലിൽ വരുന്നതും അവിടെ ജോലി ചെയ്യുന്ന അലൻ്റെ ക്യാരക്ടർ ആ ആറാട്ടനോട് ഒരു കഥ പറയുന്നതാണ്. ആ റൂമിൽ അവർ താമസിക്കുന്ന റൂമിനെ കുറിച്ച് ഒരു കഥ പറയുന്നതാണ് നമ്മുടെ കഥ ശരിക്കും വരുന്നത്. അപ്പം ഇത് സാധാരണ ഷോർട്ട് ഫിലിമിനെക്കാലം നോക്കുമ്പോൾ എങ്ങനെ നോക്കിക്കാണും ഡയറക്ടർ എന്ന രീതിയിൽ? സാധാരണ ഷോർട്ട് ഫിലിം പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ കൂടുതലും ചിത്രീകരിച്ചിരിക്കുന്ന സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു വെബ് സീരീസ് മോഡൽ. ഷോർട്ട് ഫിലിം കൂടുതലും ഷൂട്ട് ചെയ്തിരിക്കുന്നത് നൈറ്റ് അല്ലേ? കൂടുതലും നൈറ്റാണ്. നമ്മളൊരു ഫുൾ ബിൽഡിങ്ങിൻ്റെ അകത്താണ് നമ്മൾ ഫുൾ ഷൂട്ട് വന്നേക്കുന്നത്. ഒറ്റ ലൊക്കേഷനിലാണ് സബ്ജക്റ്റ് തീർത്തേക്കുന്നത്. ഒരു രാത്രിയുടെ കഥയാണ് നമ്മൾ മൊത്തം പറയുന്നത്. അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ടോ ഈ ഷോർട്ട് ഫിലിമിൽ? വളരെ മിതമായ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു മാക്സിമം ഒരു 60 രൂപ 70 രൂപയ്ക്ക് അടുത്ത് വരും. പിന്നെ ഇതിൻ്റെ ക്യാമറ ആരാ കൈകാര്യം ചെയ്തത്? ഷാറുഖ് അസീസ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ സുഹൃത്താണ്. പുള്ളിയുടെ ഫാദർ കോസ്റ്റ്യൂം ഡിസൈനറാണ്. അസീസ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറും എക്സിക്യൂട്ടീവ് ആരായിരുന്നു? അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രൈറ്റ്, പിന്നെ ഞാൻ, എല്ലാവരും ഒന്നിച്ചാണ്. കാരണം നമ്മൾ ഡയറക്ടർ എന്ന രീതിയിൽ മാറി മാത്രമല്ല, ഞാൻ സിനിമയിൽ കുറേ കാലം വർക്ക് ചെയ്തതാണ്. എന്ന് പറയുമ്പോൾ ഒതുങ്ങി ചെയ്യുന്ന സംഭവങ്ങളാണല്ലോ. എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ച് 500 1000 വർക്കേഴ്സ് വർക്ക് ചെയ്യും. അതും പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഡയറക്ടർമാരും കൂടി ഒരു 10-25 പേര്, അങ്ങനെ 10,500 പേരുണ്ടാവും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ എത്ര പേര് വർക്ക് ചെയ്തിട്ടുണ്ട്? ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒന്ന് ക്യാമറമാൻ ഷാറൂഖ്, പിന്നെ ബ്രൈറ്റ് തന്നെയായിരുന്നു എൻ്റെ അസോസിയേറ്റ് ആയിട്ടിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ രേഷ്മ, ചിഞ്ചു, അലൻ, പിന്നൊരു ക്യാരക്ടർ ഉണ്ടല്ലോ നമ്മുടെ ശിവറാമേട്ടൻ. സോറി, അത് വിട്ടുപോയതാണ്. ശിവറാമേട്ടൻ ഇതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളി നല്ല കൊള്ളാവുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടറാണ്. എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ക്യാരക്ടറും ഉണ്ട്. അല്ല, ഞാൻ ചെയ്യുന്ന ഷോർട്ട് ഫിലിമിൽ ഞാൻ തന്നെ ഹീറോ ആയിട്ട് നിൽക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും കൃത്യമായിട്ടുള്ള റോളാണ്. ക്യാരക്ടർ കുറച്ച് പേടിപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് സീരിയലിലേക്ക് വില്ലൻ വേഷം ചെയ്യുന്ന ഒരാളുടെ ഫിഗർ ഉണ്ട്. ആരുടെ പേരെനിക്ക് വ്യക്തമല്ല ആളുടെ. പക്ഷേ നമ്മുടെ മറ്റേ ഒരു ഏഷ്യാനെറ്റിൽ റണ്ണിങ് ആയിട്ട് ഓടിക്കൊടുന്ന ഒരു സീരിയലുണ്ടായിരുന്നു, സസ്നേഹം സീരിയലിലെ അവസാനം എന്നൊരു പയ്യനായിട്ട് താങ്കൾക്ക് സാമ്യമുണ്ട്. അല്ല, നമ്മുടെ ആഗ്രഹം സിനിമയിലൊക്കെ അഭിനയിക്കണം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ എഴുതും. ഞാൻ ഇതിനു മുമ്പ് മക്ബുലിനെ വെച്ചിട്ട്, മമ്മൂക്കയുടെ അനിയൻ്റെ അങ്ങനെ വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം പോലെ ഒരു സബ്ജക്റ്റ് പ്ലാൻ ചെയ്തതാണ്. പിന്നീട് അത് സിനിമയാക്കിയപ്പോൾ അതിന് ഡയറക്ടറായിട്ട് വന്നത് റോവൻ കൃഷ്ണ എന്നുള്ള ഡയറക്ടറാണ്. പുള്ളി തമിഴിൽ പട്ടാളം എന്ന് പറഞ്ഞ പടം ചെയ്തിട്ടുണ്ട്. ഞാൻ പുള്ളിയുടെ ആ പടം റിലീസാണ്. നദ്യ മൊയ്തു ഒക്കെ അഭിനയിച്ചാണ് പടം. പട്ടാളം തമിഴിലുള്ള പട്ടാളം എന്നാണ് ആ പടത്തിൻ്റെ പേര്. അല്ല, മലയാളത്തിലെ പട്ടാളമല്ല, തമിഴിലെ പട്ടാളം. അല്ലല്ല, അതൊരു സ്കൂൾ കുട്ടികളുടെയൊക്കെ കഥയാണ്. +2 കാരണല്ലേ. ആ കഥ ചെയ്ത ഡയറക്ടർ ആണ്. ഇവിടെ വൈഫ് ഷീവ. കൂടുതലും ആൾക്കാർ സിനിമയെക്കാളും കൂടുതലും മൊബൈൽ ഫോണാണ് നോക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലും യൂട്യൂബിലെ ഷോർട്ട് ഫിലിംസ് ആണ് കൂടുതൽ കാണുന്നത്. ഇപ്പോൾ സീരിയൽസിൻ്റെ ഒക്കെ റേറ്റിംഗ് ഒക്കെ ഭയങ്കര ഇടിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ കാണാനും പ്രേക്ഷകർ കുറഞ്ഞുകൊണ്ടാണ് എല്ലാ സിനിമയും 100 കോടി ക്ലബിൽ കയറാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷോർട്ട് ഫിലിംസൊക്കെ വിജയിക്കുന്ന സാഹചര്യത്തിൽ താങ്കളുടെ ഇപ്പോൾ ഷോർട്ട് ഫിലിമും പാലിൻ ജോസ് പെരേരയും സന്തോഷ് വർക്കിയൊക്കെ ഉള്ളതുകൊണ്ട് താങ്കൾക്കൊരു പ്രതീക്ഷയുണ്ടോ? ഓവർ ഹൈപ്പ് ഉണ്ടോ?
അല്ല പ്രതീക്ഷയുണ്ട്, കാരണം നന്നായിട്ട് കയറും. കാരണം നമ്മളെ കാണാനല്ല ഇവർ ഈ ഷോർട്ട് ഫിലിം കാണുന്നത്. എന്തായാലും നമ്മൾ അവരുടെ ഇപ്പം നിങ്ങളുടെ കൂടെ അഭിനയിച്ചുകൊണ്ടാണ് നമ്മളെയൊക്കെ അറിയുന്നത്. പിന്നെ ചോദിക്കാനുള്ളത് നമ്മുടെ അലിൻ ജോസിന്റെയും സന്തോഷ് വർക്കിയുടെയും നേരത്തെ ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ തലതെറിച്ചവൻ, നേര്, പിന്നെ ആറാട്ടണ്ണന്റെ വെള്ളിയാഴ്ച, അങ്ങനെ 3 ഷോർട്ട് ഫിലിം അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും? അല്ല, അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാം അങ്ങനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായ വ്യത്യാസമുണ്ട്. ഇപ്പം അലൻ ചെയ്ത തലതെറിച്ചനായാലും അതിൻ്റെ വ്യത്യാസം അതിനുണ്ട്. തലതെറിച്ചവൻ ചെയ്തപ്പോഴേ കുറേ പേര് കോമാളിത്തരം എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ വലിയ വലിയ ഡയറക്ടേഴ്സൊക്കെ പുള്ളിനെ വെച്ച് ചെയ്തു. അത് കണ്ടിട്ടെ ഒരു പടം റിവ്യൂവിലെ സംഭവങ്ങളൊക്കെ വെച്ച് ഒരു സംഭവം പ്ലാൻ ചെയ്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇന്ന് ഇങ്ങനെ പറയാനുള്ളത്. അല്ല, ഞാൻ പറയല്ലേ, സിനിമയ്ക്ക് ഓരോ സിനിമയ്ക്കും ഓരോ പാറ്റേണാണ്. ആ പാറ്റേണാണ് വേൾഡ് സിനിമ തന്നെ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ സിനിമകൾ വേൾഡ് സിനിമകളിലുണ്ട്. ഇപ്പോൾ അലൻ ചെയ്തിട്ടുള്ള തലതെറിച്ചവൻ പോലത്തെയും അങ്ങനത്തെ ഈ പറഞ്ഞ പോലെ നേര്, ഓരോ ഡയറക്ടർക്കും ഓരോ മാനദണ്ഡങ്ങളാണ്. ആ ഡയറക്ടർ അനുസരിച്ചാണ്. നമ്മുടെ ബ്രൈറ്റ് സംവിധാനമായിട്ടുള്ള അലിയേട്ടന്റെ പെണ്ണ് അത് വ്യത്യസ്തമായിട്ട് ആൾക്കാർ നല്ല കമന്റ്സ് വന്നു. അതെ. അല്ല, ബ്രൈറ്റ് ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് ഡിസ്റ്റൻസ് ഫ്രം ലൈഫ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്താൽ, പക്ഷെ അത് ആരും സപ്പോർട്ട് ചെയ്യാണ്ടായിരുന്നില്ല. ബ്രൈറ്റ് മറ്റേ ആദ്യമായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്ത കുറച്ച് പേരെ വെച്ച് മറ്റേ നമ്മുടെ ഡിസ്റ്റൻസ് ഫ്രം ലൈഫ് കുറേ പുതുമുഖങ്ങളെ വെച്ചാണ് ചെയ്തത്. അന്നൊക്കെ വല്ല സന്തോഷ് വർക്കിയോ സന്തോഷ് പണിറ്റോ വല്ലതും ഉണ്ടെങ്കിൽ പടം വിജയിച്ചാൽ. അല്ല, തീർച്ചയായിട്ടും അതിലൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ആ ടൈമിൽ ബ്രൈറ്റിനോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. എന്തായാലും മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അത് മാർക്കറ്റ് വാല്യൂ നമ്മുടെ കേസ് ഇപ്പോൾ ഈ പറഞ്ഞ യൂട്യൂബ് സംഭവം മാത്രമല്ല, എല്ലാ ഫീൽഡിലും ഉണ്ട് മാർക്കറ്റ് വാല്യൂ. ഇപ്പോൾ രജനീകാന്തിന് വെച്ച് കഴിഞ്ഞാൽ പടം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു പുതുമുഖത്തെ വെച്ച് നമുക്ക് അവിടെ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. കാരണം അവിടെ പുതുമുഖങ്ങൾക്കുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ രജനീകാന്ത് തന്നെ വേണം. അപ്പോൾ ചോദിക്കാനുള്ളത്, ഇപ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് എല്ലാത്തരം പ്രേക്ഷകർക്ക് ആപ്റ്റ് ആവുമെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇത് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ കമന്റ് ബോക്സിൽ 18+ ആണ് സമയമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികൾക്ക് കാണാൻ പറ്റില്ല ഷോർട്ട് ഫിലിം. അല്ല, ഇതിൽ അത്രയ്ക്ക് സെക്സ് സീക്വൻസുകളൊന്നുമില്ല. ഫോട്ടായിട്ടുള്ള അല്ല, 18 വയസ്സ് കഴിഞ്ഞവർക്ക് അങ്ങനെ കണ്ടാലും മതി. പക്ഷെ ഇത് 80+ അല്ല. എസ്മ പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു 2 പീസോ കാണിക്കണ്ടല്ലോ ഷോർട്ട് ഫിലിം. ഇല്ല, കുട്ടികളുടെ കേസ് പറയുകയാണെങ്കിൽ കുട്ടികൾ തീരെ ചെറിയ കുട്ടികളല്ലാത്ത കുട്ടികളൊക്കെ എല്ലാ ഷോർട്ട് ഫിലിമും എല്ലാ സംഭവവും കാണുന്നുണ്ട്. എൻ്റെ അനിയനായിട്ടുള്ള ഒരു ആള് 17 വയസ്സുണ്ട്. അപ്പോൾ ആ അനിയനൊക്കെ ശരി എല്ലാ ഷോർട്ട് ഫിലിമും സിനിമയും കാണുന്നുണ്ട്. നമ്മുടെ മലയാള സിനിമ എടുക്കാൻ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള ആളുകൾ പോലും സെക്സ് സീക്വൻസുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അംശം പോലും നമ്മൾ ചെയ്തിട്ടില്ല. ഒരുപാട് സിനിമകൾ പഴയതെടുത്ത് നോക്ക്. നമ്മുടെ സൂപ്പർ സ്റ്റാറുകളായതിനു മുമ്പുള്ള അവരുടെ സിനിമകൾ നോക്ക്. പണ്ടത്തെ കാലത്ത് ഒരുപാട് സെക്സ് സീക്വൻസുള്ള സിനിമകളാണ് വന്നിട്ടുള്ളത്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ. എനിക്കതൊന്നും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിനെ പറ്റി ഞാൻ പറയാനുള്ള കാണാൻ ശ്രമിക്കുന്നതാണ്. നല്ല നല്ല കഥകളായിരിക്കും അതിൽ. പണ്ടത്തെ 80s 90s അങ്ങനത്തെ കണ്ടന്റ് ചെയ്തിട്ടുണ്ടാവാറുണ്ട്. 80-ലെ കാര്യം ഞാൻ പറഞ്ഞത്. 80-ൽ നമ്മുടെ ഇപ്പോൾ ലാലേട്ടനായാലും മമ്മൂക്കയായാലും അങ്ങനെ എത്രയോ ആളുകൾ, സുരേഷ് ഗോപി, അങ്ങനെ എത്രയോ ആൾക്കാർ ഇത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് സിനിമ എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകളാണ്. നമ്മുടെ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ലെജൻഡ് വർക്കുകളാണ് ആ പറഞ്ഞത്. എല്ലാവരും തന്നെ കഥകളെല്ലാം വ്യത്യസ്തമായ കഥകളായിരിക്കും. നമ്മളിപ്പോൾ അവാർഡ് പടത്തിൽ കയറിയുന്ന ആൾക്കാർ ഇവിടെ സെക്സ് കാണുന്ന ആസ്വദിക്കുന്നുണ്ട്. അതിനാർക്കും കൂടെ ബുദ്ധിമുട്ടില്ല. നമ്മൾ ചെറിയ ഷോർട്ട് ഫിലിമിൽ ഇതുപോലുള്ള ഇൻറ്റിമേറ്റ് സീനുകളല്ലാത്ത പോലും ആൾക്കാർക്ക് വിമർശനമാണ്. ഇവിടെ എത്രയോ അവാർഡ് സിനിമകളിൽ നമുക്ക് നേരിട്ട് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള സെക്സുകളുണ്ട്. ഇവിടെ വരുന്ന ഒരുപാട് അവാർഡ് സിനിമകൾ നമ്മൾ ഫെസ്റ്റിവലിന് പോയി നോക്ക്, ആ സിനിമകളെ ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. സിനിമയിൽ സെക്സ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ കാര്യങ്ങൾ തന്നെ നമ്മൾ കാണിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ കഥ എങ്ങനെയാണ് ഡെവലപ്പ് ആയത്? കഥ ഒരു ദിവസം ഞാനും നമ്മുടെ ബ്രൈറ്റും കൂടി ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ രാത്രി ഇരുന്ന് പ്രേതത്തിനെ കുറിച്ചൊന്ന് സംസാരിച്ചു. പ്രേതങ്ങൾ എങ്ങനെയായിരിക്കും വന്നത്? നമ്മൾ സിനിമ കാണുന്ന പോലെയാണോ? അത് ഈവിൾ ഡെഡ് സിനിമ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കേസിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ അപ്പോൾ പറഞ്ഞു ശരിക്കും എങ്ങനെയാണ് നമുക്ക് ഇതുപോലൊരു സാധനം ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയാണ്. ലൊക്കേഷനാണെങ്കിൽ നമുക്ക് ഒറ്റ ലൊക്കേഷനിൽ ചെയ്യാൻ പറ്റുന്നൊരു സാധനം. അപ്പോൾ വേണമെങ്കിൽ ഈ കണ്ടന്റ് വെച്ചിട്ട് നമുക്ക് സിനിമ ഉണ്ടാക്കാം. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതുപോലത്തെ ഒരു വേർഷൻ വേറെ വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഏതൊരു സ്റ്റുഡിയോ പോയപ്പോഴേ എനിക്കൊരു സീക്വൻസ് കാണാൻ പറ്റിയ എഡിറ്റിങ്. അപ്പോൾ അതിൽ കണ്ടപ്പോൾ എനിക്ക് ആ സംഭവങ്ങളായിട്ട് കണക്റ്റ് ആയി. അതായത് പേര് എനിക്കറിയാൻ പാടില്ല, പക്ഷേ അതിലിപ്പോൾ കണക്റ്റ് ആയി. മനസ്സിലായി ഒരു സംഭവങ്ങളെ രാത്രിയാണ് ഫുൾ അല്ല നമ്മുടെ കഥയും അതും നമ്മൾ ചിലപ്പോൾ കണക്റ്റ് ആവാൻ വഴിയില്ല. കാരണം അത് നമ്മൾ വേറെ എവിടെ നിന്നോ അടിച്ചു പറ്റിയ കഥകളല്ല. അത് നമ്മൾ തന്നെ ഇരുന്ന് ചിന്തിക്കുന്ന കഥകളാണ്. ഒരേ ചിന്താഗതികൾ ഒരുപാട് പേരുണ്ടല്ലോ, നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല.
ഇതില് സ്വാഭാവികമാണ്. ഇത് ഡബിങ് ചെയ്ത തിയേറ്റർ ഏതാണ്? ഡബിങ് സ്റ്റുഡിയോ ഇത് പ്രസാദ് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ റേറ്റഡ് സുഹൃത്താണ്, അമ്പലപ്പുഴയിലുള്ള. കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യാൻ പറ്റുമോ? പുള്ളി ഭയങ്കര ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മ്യൂസിക്കും ഒക്കെ. ഇപ്പൊ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വരാൻ താമസം പറഞ്ഞു കേട്ടല്ലോ ഡബിങ്ങിനൊക്കെ, ശരിയാണോ? ഇല്ല അത് അങ്ങനെയല്ല. അത് പുള്ളി മനഃപൂർവ്വം ചെയ്യണമെന്ന് ചെയ്തതല്ല. പുള്ളിക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരന് ചെറിയൊരു അസ്വസ്ഥത വന്നു. അങ്ങനെ വന്നപ്പോൾ പുള്ളിക്കാരന് വേറൊരു വണ്ടിയിൽ ടാക്സിയിൽ പോകേണ്ടി വന്നു പുള്ളിക്ക്. പിന്നെ ഒരു വിവാദം ഉള്ളത് സന്തോഷ് വർക്കി പറയുണ്ടായി, പെരേരക്കും സന്തോഷ് വർക്കിക്ക് പേയ്മെന്റ് കൊടുക്കാനാണ് ചെയ്തതെന്ന് പറയുണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അല്ല, പേയ്മെന്റ് ഞാൻ പറഞ്ഞില്ല, അന്ന് വലിയ നമുക്കില്ല. നമുക്ക് പിന്നീട് വന്ന ചെലവുകളാണ്. മറ്റേ ഇപ്പൊ ഷൂട്ടിങ്ങിന് വേണമെങ്കിൽ പറയാം, സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറയാം. ഷോർട്ട് ഫിലിം സമയത്തൊക്കെ ഇപ്പൊ ഷോർട്ട് ഫിലിം സമയത്ത് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നേരിട്ടായിട്ടുള്ള സാറ് നോക്കിക്കണ്ടു, ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അല്ല, അത് നമ്മൾ കൊടുക്കണം. അത് നമ്മൾ ഭക്ഷണം കഴിക്കും. നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് കുറവായതുകൊണ്ടാണ് നമ്മൾ ഈ തരത്തിലുള്ള സംഭവം ചെയ്യുന്നത്. ബിസിനസ് ആകുമ്പോൾ എന്തായാലും എന്തെങ്കിലും പ്രോഫിറ്റ് ഷെയർ പ്രോഫിറ്റ് ഷെയർ നോക്കട്ടെ. അറിയില്ല അവർക്ക് എത്ര തല്ലുള്ളത്. നമുക്ക് പറഞ്ഞില്ലേ, നമുക്ക് ഇനി വരുന്നുണ്ട് പ്രോജക്റ്റുകൾ. ഞാൻ ഇപ്പോൾ ഒരു തമിഴിലൊരു സിനിമ ഇനിയുള്ളത് ചെയ്യാതിരിക്കുന്നത് പേടിയുണ്ടോ എന്നുള്ളൊരു സബ്ജക്റ്റാണ്. അലൻ ജോസും സന്തോഷ് വർക്കിയും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തമിഴിൽ നിന്നുള്ളൊരു അത്യാവശ്യം ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. പക്ഷെ ആളുടെ പേര് ഇപ്പോൾ പറയില്ല, സർപ്രൈസ് ആണ്. തമിഴിൽ നിന്നുള്ളൊരു ആർട്ടിസ്റ്റാണ്. ഇത് നോർമൽ ആർട്ടിസ്റ്റ് അല്ല, വില്ലനായിട്ടും സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായിട്ടും മലയാളത്തിലും ഒക്കെ അഭിനയിച്ചുള്ള ആർട്ടിസ്റ്റാണ്. നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്, 3-4 വർഷത്തെ ബന്ധമുണ്ട്. അപ്പോൾ പുള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിയായിരിക്കും അതിൽ മെയിൻ ക്യാരക്ടറായിട്ട് വന്നത്. അതും ഇതുപോലെ ഒരു ഹൊറർ കണ്ടന്റാണ് സബ്ജക്റ്റ്. പക്ഷെ അന്ധവിശ്വാസത്തിന് അടിച്ചു കൊടുക്കുന്ന, അതായത് അന്ധവിശ്വാസങ്ങളെ അമർച്ച ചെയ്യുന്ന തരത്തിലുള്ള സബ്ജക്റ്റ് ആയിരിക്കും. പിന്നീട് കുറേ സബ്ജക്റ്റ് പ്ലാനിങ് ഉണ്ടല്ലോ. പിന്നെ റോജാമലർ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് വരുന്നുണ്ട്. അതൊരു പക്ക സൈക്കോ സബ്ജക്റ്റാണ്, ഡിഫറെൻറ്റ് സൈക്കോണ്. അത് അതിൽ കോമഡി നമുക്ക് അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല. എൻ്റെ ടേസ്റ്റ് അനുസരിച്ച് സിനിമകളാണ്. ത്രില്ലർ മൂഡാണ്. റൊമാൻറ്റിക് ആയിട്ടുള്ളതും നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്യും. സിനിമ പ്ലാനിങ് ഉണ്ട് നമുക്ക്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊഡ്യൂസറെ ഒക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുള്ളൂ. നല്ല ബഡ്ജറ്റില്ലാതെ നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം മറ്റേ സിനിമ റിലീസ് ഞാനൊരു സിനിമ ഓൾറെഡി ഇപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണെങ്കിലും എല്ലാ സിനിമയുടെയും പ്രിവ്യൂ ഷോ നടത്തുന്നുണ്ട്. അത് കണ്ട് ഇഷ്ടപ്പെടുന്ന പ്രൊഡ്യൂസർ വേണമെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ ലിസൺ സീപ്പിനെ പോലത്തെ അമ്പാബു മൂവീസ് പോലത്തെ ആൾക്കാരൊക്കെ എടുക്കുന്ന ചാൻസ് ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ അയ്യപ്പനില്ലേ, പഴയ ദിലീപേണ്ട രസികളിലൊക്കെ ഒപ്പം അഭിനയിക്കണേ അയ്യപ്പൻ മനസ്സിലായില്ലേ? സത്യം സിനിമയിലെ പൃഥ്വിരാജിൻ്റെ ഒപ്പമൊക്കെ ഉള്ള അത് തന്നെ, ക്രോണിക് പാച്ചറിലെ കള്ളുടി. പുള്ളീനെ വച്ചിട്ട് പുള്ളീനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു സിനിമ, ഒരു ത്രില്ലർ സിനിമ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് എനിക്ക് ലാൽ ജോസ് സാറിനെ പോയി ഒന്ന് കാണേണ്ട കാര്യമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ലാൽ ജോസ് സാർ കേട്ടോട്ടെ, ലാൽ ജോസ് സാറിനെ എന്നെ അത്യാവശ്യം നന്നായിട്ട് അറിയാം. ലാൽ സാറിൻ്റെ എല്ലാ അത്യാവശ്യം ഇൻ്റർവ്യൂ ലിങ്കുകളും എനിക്ക് അയച്ചു തരാറുണ്ട്. ലാൽ ജോസ് സാറിനോട് സംസാരിച്ചിട്ട് അനുവാദം ചോദിക്കാണ്ട് എനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റില്ല. ഞാൻ കണ്ടായിരുന്നു, ഞാൻ അഭിപ്രായം പറഞ്ഞായിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ തിരക്കഥ ചിലപ്പോൾ പ്രശ്നങ്ങളാവാം. അതുപോലത്തെ എക്സ്പീരിയൻസ് മൂവി ആയിരുന്നു നീന എന്ന് പറഞ്ഞ മൂവി. വിജയ് ബാബുവിന്റെ. പിന്നെ അതിൽ പേര് എനിക്കറിയില്ല. നമ്മുടെ ആനകൃഷ്ണൻ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു നടിയായിരുന്നു, ഒരു ലേഡി ബോൾഡ് ആയിട്ടുള്ള ആള് മോഡലൊക്കെയാണ്, എനിക്ക് മനസ്സിലായി. നമ്മുടെ കുഞ്ചാക്കോന്റെ മാർപ്പാപ്പയിലൊക്കെ ഉള്ളതല്ലേ? മനസ്സിലായി. പേര് എനിക്ക് വിട്ടുപോയി. സാധാരണ ദിലീപേണ്ണ വെച്ചായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലാൽ ജോസ് ചേട്ടൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ലാൽ ജോസ് ചേട്ടനായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ടാവും? അല്ല, ദിലീപേണ്ണ വെച്ചിട്ട്